വനത്തിനുള്ളിൽ വെച്ചാണ് വയോധികന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാനക്കലി തുടർക്കഥയാവുകയാണ്. തൃശൂരിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പീച്ചി താമരവെള്ളച്ചാലിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. താമരവെള്ളച്ചാൽ ഊരുനിവാസിയായ 58 വയസ്സുള്ള പ്രഭാകരനാണ് മരിച്ചത്. വനത്തിനുള്ളിൽ വെച്ചാണ് വയോധികന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു പ്രഭാകരൻ. കാട്ടാനയുടെ അടിയേറ്റ് വീണതിന് പിന്നാലെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. 6 കിലോമീറ്ററോളം ഉള്ളിൽ അമ്പഴച്ചാൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. മകൻ മണികണ്ഠനും മരുമകൻ ബിജോയ്ക്കുമൊപ്പമാണ് പ്രഭാകരൻ വനത്തിനുള്ളിലേക്ക് ചീനിക്ക ശേഖരിക്കുന്നതിനായി പോയത്. ബിജോയെയാണ് ആദ്യം കാട്ടാന ആക്രമിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ ഇയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തുടർന്നാണ് പ്രഭാകരന് നേരെ കാട്ടാന തിരിഞ്ഞത്. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പീച്ചി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ് ഇവിടം. ഉൾവനത്തിലാണ് പ്രഭാകരന് ആനയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് പ്രഭാകരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം നാട്ടിൽ അറിയിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തിയതിനു ശേഷം മാത്രമേ മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ.